അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില സദ്വാർത്തകളുണ്ട്. ഉത്തരം തേടി മടുത്തിരിക്കുന്നവന്റെ അരികിലേക്ക് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് എഴുതിത്തള്ളി കാത്തിരിപ്പിൽ നിന്ന് വിരമിക്കാൻ തുടങ്ങുന്നവന്റെ അരികിലേക്ക് ദൂതനെ അയച്ച ഒരു ദൈവം നമുക്കുണ്ട്. ഇല്ലായ്മയുടെ മാനക്കേട് ധൂപകലശത്തിൽ കാണിക്ക വെച്ച ആ വൃദ്ധ പുരോഹിതനെ തേടി അന്ന് അവൻ വന്നതുപോലെ ഇന്ന് നിനക്കരികിലും അവനുണ്ട്. എന്തേ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? ഇൻ്റർവ്യൂ കിട്ടിയില്ല അല്ലേ? സാരമില്ല, അവസരങ്ങൾ ഇനി ഉണ്ടാവില്ലേ? എത്ര നാളായി ഇങ്ങനെ. ഇന്നെൻ്റെ 8ാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. ക്ലാസ് ടോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും നല്ല കമ്പനികളിൽ ജോലി, ഞാൻ മാത്രം, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എത്ര പ്രാർത്ഥിച്ചിട്ടും. ഈശോയെ, ഇതെൻ്റെ 10ാമത്തെ ഇൻ്റർവ്യൂ കേട്ടോ. എടാ എബി, ഇൻ്റർവ്യൂ കിട്ടിയില്ല അല്ലേ? അവസരങ്ങൾ ഇനിയും വരില്ലേ? കരയാതിരിക്കേ. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി ഞങ്ങളെ. എനിക്ക് ജോലി കിട്ടി ഏറ്റവും മികച്ചൊരു കമ്പനിയിൽ. ഇത്രയും നാൾ ഞാൻ നോക്കിയിരുന്നതിനേക്കാളും ബെസ്റ്റായൊരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി. അങ്കിളിനറിയോ, മറ്റേതെങ്കിലും ഒരു കമ്പനി ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പോലും അവസരം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈശോ എനിക്ക് അതൊന്നും തരാതിരുന്നത്. എടാ എബി, ഞാൻ പറയാറില്ലേ, ദൈവം നേരത്തെയോ താമസിച്ചതല്ല തരുന്നത്, കൃത്യസമയത്ത് തന്നെയാണ്. അതെ, God is never too late nor early. He is on time. നിന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാണെന്ന് അവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുക. കാരണം നീ നിർത്തുന്ന അവൻ തുടങ്ങും. നീ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല അവന്റെ വഴികൾ. നേരത്തെയോ വൈകിയോ അല്ല, മറിച്ച് ഏറ്റവും അനുയോജ്യമായ സമയത്ത്.